നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കടുവാ ഭീതിയിൽ മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിലാണ് കടുവയിറങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് എസ്റ്റേറ്റിന് സമീപത്തെ തേയിലക്കാട്ടിൽ 3 കടുവകളെ തൊഴിലാളികൾ കണ്ടത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, തൊഴിലാളികൾ പണിയെടുക്കുന്ന അവരുടെ താമസ മേഖലയിൽ, ഇത്തരത്തിൽ ജനവാസ മേഖലയിലാണ് 3 കടുവകളെ കണ്ടത്. വലിയ ആശങ്ക ഉയർത്തുന്ന വിഷയം എന്താണ്? വിശദാംശങ്ങൾ. ആര്യ, മൂന്നാറിലെ കന്നിമല അടക്കമുള്ള എസ്റ്റേറ്റ് മേഖലകളിൽ കടുവയുടെ സാന്നിധ്യം പതിവായി ഉണ്ടാകാറുണ്ടെന്ന ഒരു ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നിരവധി വളർത്തുമൃഗങ്ങളെ വിവിധ കാലങ്ങളിലായി കടുവകൾ കൊല്ലുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പലതവണ ഇത് സംബന്ധിച്ചൊക്കെ നാട്ടുകാർ വനം വകുപ്പിൽ പരാതി അളിക്കുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊരു പരിഹാരം ഈ കടുവകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പലതവണ ഇത്തരത്തിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും അപ്പം റോഡിലുമൊക്കെ കടുവയെ കണ്ട സാഹചര്യങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് 3 കടുവകൾ ഈ തേയിലക്കാടുകൾക്ക് സമീപത്തെ കുറ്റിക്കാടിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾ പകർത്തിയത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ നിന്നൊരു പശുക്കിടാവിനെ കാണാതായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നാട്ടുകാർ നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ കടുവകൾ ഈ തേയിലച്ചെടികൾക്കിടയിലൂടെ നടന്നു പോകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രധാനമായും തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മേഖലയാണ്. പകൽ സമയത്തും വൈകുന്നേരങ്ങളിലുമൊക്കെ ഇതിലൂടെ കടുവയൊക്കെ വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും വേനൽ കടുത്തതോടെ കൂടുതലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും തേയിലക്കാടുകളിലൊക്കെ എപ്പോഴും നാട്ടുകാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. തൊഴിലാളികൾ മിക്കപ്പോഴും തന്നെ ഈ കൃഷിയിടങ്ങളിലൊക്കെ ഉണ്ട്. ഒപ്പം ഈ പ്രദേശത്തോട് ചേർന്നാണ് ഇവരുടെ ലയങ്ങളും ഒക്കെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രധാന ഒരു വരുമാന മാർഗമാണ്, അധിക വരുമാന മാർഗമാണ് കാലി വളർത്ത. ഇവർ സാധാരണഗതിയായി ഈ തേയിലച്ചെടികളോട് ചേർന്നുള്ള മൊട്ടക്കുന്നുകളിലൊക്കെ കന്നുകാലികളെ തീറ്റിച്ചാണ് ഇവർ ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. പകൽ സമയങ്ങളിൽ ഇവയെ ഈ മേഖലകളിലൊക്കെ അഴിച്ചുവിടാറുണ്ട്. അത്തരത്തിലാണ് പലപ്പോഴും വൈകുന്നേരങ്ങളിലാകുമ്പോഴേക്കും ചില പശുക്കളെയൊക്കെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം, കടുവകളുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ട്. പലതവണ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുകയും വരുമാന മാർഗമായ പശുക്കൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ഇവയെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിൽ നിന്ന് തടയാൻ വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ആര്യ. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറെ ആശങ്ക ഉയർത്തുന്ന വിഷയമാണ്. ജനവാസ മേഖലയിൽ മൂന്നാറിൽ കന്നിമല ടോപ്പിൽ 3 കടുവയാണ് കണ്ടത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. എന്തായാലും മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ വളരെ സമ്പുഷ്ടമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കൂടുതൽ വാർത്തകൾ വരുന്ന ബുള്ളറ്റിനുകളിൽ കാണാം. പ്രേക്ഷകർ ന്യൂസ് 18 തുടരുക. നമസ്കാരം.